പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓരോ ക്രിസ്തുമസും മക്കളെ നിങ്ങൾക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി, മനുഷ്യപുത്രനായി, മേരി സുതനായി ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച് ദൈവകുമാരൻ പിറന്നതിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ പരിശുദ്ധമായ കുടുംബാഘോഷമാണ്. അവിടെ ആടുകളും കന്നുകാലികളും വളർത്തു മൃഗങ്ങളും അവയെ ശ്രദ്ധയോടെ കാത്തു പരിപാലിക്കുന്ന ഇടയരുമുണ്ട്. അവർ വലിയ ധനികരും സ്ഥാനമാനങ്ങളുമുള്ളവരല്ലെങ്കിലും അകമേ ലാളിത്യത്തിൻ്റെ, തുറവിയുടെ, വിനയത്തിൻ്റെ സമ്പന്നതയും, ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥതയും, ഏകാഗ്രതയും സംതൃപ്തിയുമുള്ളവരുമായിരുന്നു. അതിനാൽ അവർ ജീവിത വിശുദ്ധിയിലും മുന്നിലായിരുന്നു. ദൈവമക്കളെ, മനുഷ്യനെ പാപത്തിൽ നിന്നും, സാത്താനിൽ നിന്നും, നരകത്തിൽ നിന്നും, നിത്യനാശത്തിൽ നിന്നും, തിന്മയുടെ, പൈശാചികതയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വചനം മാംസമായി ദൈവം യേശുവായി ഈ ഭൂമിയിൽ നമ്മോടൊത്ത് നടന്നു. അതിനാൽ ദൈവദൂതൻ പറഞ്ഞു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഉണ്ണീശോയിൽ പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.